അതുകൊണ്ട് മേഘനാഥന്റെ വഴി മുടക്കരുത്. മുടക്കിയാൽ ഒരിക്കൽ കൊന്ന നിന്നെ വീണ്ടും കൊല്ലും ഞാൻ. ഇപ്പോഴേ പറഞ്ഞില്ല എന്ന് വേണ്ട. போய் அவங்கள கூட்டிட்டு வா. നെല്ലമ്മ, എഴുന്നേറ്റ് നെല്ലമ്മ. അതാണ് സെറ്റ് പോച്ച് നെല്ലമ്മ, സെറ്റ് പോച്ച്. அம்மாடி, என்ன கஷ்டம் இது? இந்த பொண்ணு இது எப்படி தாங்கும்? என்னாச்சு? അതാണ് സെറ്റ് പോച്ച്. അമ്മ, അമ്മ, എന്താ നല്ലമ്മ? പ്രസാദേട്ടൻ എന്താ നല്ലമ്മ? തുറന്നു പറ. மூத்தோ சொல்லியாச்சு, இனி ஒண்ணுமே செய்யறதுக்கில்லான்னு. கடைசியா பார்க்கணும்னா அங்கேயே போய் பார்க்கலாம். ഇവര് പറഞ്ഞത് കേട്ടോ? മൂത്തോർ ഇനിയൊന്നും ചെയ്യാനില്ല എന്ന്. അവസാനമായി എനിക്ക് വേണമെങ്കിൽ പ്രസാദേട്ടനെ ചെന്ന് കാണാമെന്ന്. ഒരു ദിവസം മുഴുവൻ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചത് ഇതിനായിരുന്നോ? കരഞ്ഞ് പ്രാർത്ഥിച്ചതല്ലേ എനിക്ക് ആരുമില്ല എന്ന്. കേണപേക്ഷിച്ചതല്ലേ പ്രസാദേട്ടനെ രക്ഷിക്കണമെന്ന്. എന്നിട്ട് കേട്ടില്ലല്ലോ. എന്തിനാ എന്റെ ജീവിതം തകർത്തത്? എന്തിനാ വീണ്ടും എന്നെ ആരും ഇല്ലാത്തവളാക്കി മാറ്റിയത്? അമ്മ, അപ്പടിയൊന്നും சொல்லக்கூடாது. അവരുടെ ആയുസ് തീർന്നു പോച്ച്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് എന്റെ പ്രസാദേട്ടനെ വേണം. കിട്ടിയേ പറ്റൂ. ഇവിടെ ഞാൻ എന്റെ പ്രാർത്ഥന അവസാനിപ്പിക്കുക. പ്രസാദം നൽകുമെന്ന് പറഞ്ഞു നീ എല്ലാവരെയും കളിപ്പിക്കുകയായിരുന്നു. നിന്നെ മാത്രം മനസ്സിൽ ധ്യാനിച്ചു നിന്ന് എനിക്ക് നൽകാത്ത അനുഗ്രഹം എനിക്കിനി വേണ്ട. എന്റെ പ്രസാദേട്ടന്റെ കൂടെ ഞാനും പോവുക. ഞങ്ങളുടെ ജീവൻ നൽകി കൊളുത്തിയതായി വെളിച്ചം ഇത് നിന്റെ നടയിൽ തന്നെ അണഞ്ഞു തീരട്ടെ.
മതി നിർത്തുങ്ക ദാ അങ്ക പാര് അമ്മൻ കനിஞ்சிருக்கு அந்த லட்சணம் தான் இந்த அனுகிரகம் இதுதான் அமிர்த பிரசாதம் இந்த தண்ணியை கொண்டு போய் உன் கணவனோட முகத்து தளிக்கு அவன் நிச்சயமா கண்ணு திறக்கும் என்ன நம்பு நேரம் കളയാமல் செல்ல എന്റെ ദേവി എന്നോട് ക്ഷമിക്കണേ എന്റെ പ്രസാദത്തിന് എനിക്ക് തരണേ അമ്മനെ ദേവി കാപ്പാത്തുക எனக்கு பண்றதுக்கு பரிதி இருக்கு. இது அம்மன் நிச்சயம்தான். അല്ല ഒരമ്മനും തീരുമാനിച്ചിട്ടില്ല എന്റെ പ്രസാദേട്ടനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല അത് അമ്മനും അറിയാം മൂത്തോനെ ഇത് എന്നത് അമ്മന്റെ കാരുണ്യം അമൃത പ്രസാദം ഓ அப்படியா நீங்களே தளிச்சிடுமா இது உங்க மேலுள்ள அம்மனின் பிரசாதம் நீங்களே தளிச்சிடுமா പ്രസാദേട്ടാ പ്രസാദേട്ടാ കണ്ണു തുറക്ക് പ്രസാദേട്ടാ പ്രസാദേട്ടാ ഞാനല്ലേ വിളിക്കുന്നത് കണ്ണു തുറക്ക് പ്രസാദേട്ടാ പ്രസാദേട്ടാ കണ്ണു തുറക്ക് പ്രസാദേട്ടാ 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 ഒന്ന് നോക്ക് പ്രസാദേട്ടാ പ്രസാദേട്ടാ പ്രസാദ
നമസ്കാരം അമ്മ. ഉം. ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്നാ? ഞാനൊരു കാര്യത്തിന് ഇറങ്ങിയതാക്കും. എൻ്റെ 2 ബന്ധുക്കളെ കാണാനില്ല. അവര് இந்த ஊரில் வந்தான்னு தெரியணும். நீங்க மலையாளத்துல சொல்லுங்க, எங்களுக்கு மலையாளம் தெரியும். താങ്ക്സ്. എൻ്റെ കൂടെ 2 പേരുണ്ടായിരുന്നു, ഒരാണും ഒരു പെണ്ണും. അതിൽ ആണിൻ്റെ തോളിൽ മുറിവിർക്ക്, പെണ്ണ് കുറച്ച് മെലിഞ്ഞ് ഒരു ചുവന്ന ഡ്രസ്സാണ് ധരിച്ചിരുന്നത്. നീങ്ക യാരാവത് അവരെ പാത്താച്ചാ? ഒരു വാട്ട് കൂടി തമിഴിലെ സൊല്ലല. ഇങ്ക മുറിവ് പറ്റിയ ഒരാണ്, അവൻ കൂടെ ഒരു പെണ്ണ്. எனக்கு தெரியும். തെരിയുമാ? എവിടെ എവിടെ ഉണ്ട് അവര്? എവിടെയാണെന്ന് പറ. ஆஸ்பத்திரியில. ആശുപത്രിയിലോ? ஆமா, முறிவு போட்டவர் தானே. அவர் ஊர் அதிர்த்தி பக்கத்திலே ஆஸ்பத்திரி தான் இருக்கு. அங்கே போய் பாருங்க. നീങ്ക പറയുന്നത് സത്യം താനാ? അവര് ആശുപത്രി പോയി എന്നൊക്കെ പറഞ്ഞ? அவர் സ്വയം പോണതല്ലേ. നമ്മ ഊര് മൂപ്പനും ആൾക്കാരും தான் അവരെ 2 ആളെയും ആസ്പത്രിക്ക് അനുപ്പുന്നത്. நீங்க இப்பவே போனாதான் அவரை சந்திக்க முடியும். ആണോ? തീർച്ചയാണല്ലോ. ஆமா சார், நான் சொன்னதுதான் நிஜம். நம்புனா நம்புங்க, இல்லைன்னா விடுங்க. வாங்கடி போலாம். பின்ன சார், இந்த வழியிலே அதிகமா நிக்க வேண்டாம். ஆனா, கரடி, கடுவா, பாம்பு எல்லாமே இருக்கு. ரொம்ப ஆபத்தான இடம்தான். ஏன் நல்லம்மா போய் பேசியது? அவனை பார்த்தாலே தெரியுமடி, அவன் வந்து ஏதோ ஒரு கெட்ட போலீஸ்கார மாதிரி தான் இருக்கு. ஆமா. இந்த ஊருக்கு வந்து அவன் கலாட்டா பண்ண வேணாம். ഇയാളത് കലിപ്പ് കയറി വിളിക്കുന്ന ലക്ഷണമാണല്ലോ. ഹലോ. ആ ഭാഗ്യം. അപ്പൊ താൻ ജീവനോടെ ഉണ്ടല്ലേ? പലതവണ വിളിച്ചിട്ടും തന്നെ കിട്ടാതായപ്പോ ഞാൻ വിചാരിച്ചു തന്നെ വല്ല കരടിയോ പുലിയോ ഒക്കെ പിടിച്ചു കാണുമെന്ന്. വാക്കിന് വിലയുള്ള ഹൈദരുടെ പല്ലും നാക്കും മൂക്കും മുടിയൊക്കെ വല്ല കാട്ടുമൃഗങ്ങളുടെയും വയറ്റിൽ നിന്ന് തോണ്ടിയെടുക്കേണ്ടി വരുന്ന ദുരവസ്ഥയെ ഓർത്ത് ഞാൻ ആകെ ദുഃഖിച്ചിരിക്കായിരുന്നു ഇവിടെ. സാറെന്നെ പരിഹസിക്കാനായി കച്ചകെട്ടിയിരിക്കുകയാണെന്ന് തോന്നുന്നു. അയ്യോ, അതിന് ഈ പാവം ഞാനാരാ? കച്ച മുറുക്കി വാളും പരിചയമായിട്ട് യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് കുഞ്ഞാലി മരക്കാരുടെ പിന്മുറക്കാരൻ ഹൈദരാലി മരക്കാറല്ലേ? കൂടുതൽ കയറി മേയരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാ ഞങ്ങൾ ചിലര് അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുന്നത്. അല്ലാതെ രാധ എന്ന പെണ്ണിനെ എനിക്ക് മുൻപരിചയമൊന്നുമില്ല. അവൾ എവിടെ ആരുടെ കൂടെ ജീവിച്ചാലും എനിക്കൊന്നുമില്ല. ആവശ്യക്കാരൻ നിങ്ങളാ, അത് മറക്കരുത് നിങ്ങൾ. അതേടാ, ആവശ്യക്കാരൻ ഞാൻ തന്നെയാ, അത് മറക്കുന്നില്ല. ഒപ്പം നീ ഒരു കാര്യം ഓർക്കണം. എന്റെ ആവശ്യത്തെ ഗുണിച്ചും ഹരിച്ചും ഒരു വിലയിട്ട് അത് മുഴുവനായി വാങ്ങിച്ചു കൊണ്ടുപോയി വിഴുങ്ങിയത് നീയും കൂട്ടുകാരുവാ. 25 ലക്ഷം ഒരു ഉളുപ്പും ഇല്ലാതെ വാങ്ങിച്ച് കീശയിൽ വയ്ക്കുമ്പോ 25 രൂപയുടെ ഊണിന്റെ നന്ദിയെങ്കിലും കാണിക്കണ്ടെന്ന് ആലോചിച്ച് നോക്ക്. കാശ് വാങ്ങിച്ചു എന്നുള്ളത് സത്യമാ. പക്ഷേ ശമ്പളം കൊടുത്ത് അടിമപ്പണിക്ക് നിർത്തിയിരിക്കുന്ന തെറ്റുകണങ്ങളോട് ഉപയോഗിക്കുന്ന ഭാഷയും സംബോധനകളും ഒക്കെ അവിടെ മതി. തന്റെ അണ്ണാക്കി തന്നെ വെച്ചാൽ മതി. ഇല്ലെങ്കിലേ തൊള്ളയിൽ പിരിവെട്ടുന്ന വർത്തമാനം ഈ ഹൈദറും പറയും. അത് മറക്കരുത്. റാസ്കൽ, നീ ആരോടാ സംസാരിക്കുന്നെന്ന് അറിയോടാ? ഈ മേഘനാഥൻ വിചാരിച്ചാൽ നേരിട്ട് വെച്ച് നിന്റെ താനങ്ങ് ഉരത്തും. ഒന്ന് പോടാ അവിടുന്ന്. തനിക്ക് വേണ്ടി രാവും പകലും ഇല്ലാതെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുവാ ഞാൻ. കൂടെ ഉണ്ടായിരുന്ന ഒരുത്തനും രക്ഷപ്പെട്ടിട്ടില്ല. അറിയോ തനിക്ക്? 25 ലക്ഷം എന്ന് താൻ കൂടെ കൂടെ അട്ടഹസിക്കുന്നുണ്ടല്ലോ. അത് മുഴുവൻ ഹൈദർ ഒറ്റയ്ക്ക് വിഴുങ്ങിയതല്ല. അത് ആദ്യം താൻ മനസ്സിലാക്കണം.
പിന്നൊന്ന് മനസ്സിലാക്കേണ്ടത്, മുക്കാൽ ചക്രത്തിന് താൻ കൂലിക്കെടുത്ത ഗുണ്ടകളല്ല ഞങ്ങള്. ഒന്നാം തരം പോലീസുകാരനാ ഞാൻ. പണിയെടുക്കാൻ മാത്രമല്ല, തിരിച്ച് പണി തരാനും എനിക്ക് കഴിയും. അത് മറക്കരുത്. ഏതായാലും താൻ ഒന്ന് ഓർമ്മിച്ചോ, താൻ ഈ ഭ്രാന്തെടുത്ത് നടക്കുന്ന ഒരുമ്പട്ടവളുണ്ടല്ലോ രാധ, അവളെ പിടിച്ചു കെട്ടി വലിച്ചഴച്ച് ഞാൻ തന്റെ കാൽ ചുവട്ടി കൊണ്ടുവന്ന് വയ്ക്കും. എന്നിട്ട് തന്റെ മുഖത്ത് നോക്കി ഞാൻ പറയും, പെണ്ണിനേക്കാളും പണത്തിനേക്കാളും ഒക്കെ ഒരാണിന് വേണ്ടത് അന്തസ്സാണെന്ന്. പ്രവൃത്തിയിൽ മാത്രമല്ല, വാക്കിലും. അപ്പൊ കാണാം, നമുക്ക് നേരിട്ട് തന്നെ കാണാം. ഏയ്, വയ്ക്കരുത്. ഏയ്, വരൂ. ഏയ്, rascal. ഇവനെ അല്ല ചവിട്ടേണ്ടത്, അയാളെയോ, ആ DYSP മുകുന്ദനുണ്ണിയെ. ഓ പോലീസേ, മുകുന്ദനുണ്ണി എവിടെയാണോ താനിപ്പോ? ഉള്ളൂ. വീട്ടിലെല്ലാരും ടെൻഷനിലായിരിക്കും. ചെല്ലാന്ന് പറഞ്ഞ ദിവസം കഴിഞ്ഞില്ലേ? എന്തായാലും നമുക്ക് മൂത്തോനോട് ചോദിച്ചിട്ട് തീരുമാനം എടുക്കാം. என்ன விஷயம் பேசிக்கிட்டு இருக்கீங்க? അത് പ്രസാദേട്ടൻ പറയാ പോണോന്ന്. നാട്ടിലെല്ലാവരും നോക്കിയിരിക്കുക. எப்படி இருக்கு பிரசாத்? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. அப்படின்னா போகலாமே. முறிவு கொஞ்சம் கூட குணம் ஆகணும். அதுக்கு உங்களோட நாட்டு மருந்து போதும். ஆனால் இங்கிருந்து போகிறதுக்கு முன்னாடி ஒரு சடங்கு இருக்கு. എന്ത് ചടങ്ങാണെന്ന് പറഞ്ഞാൽ മതി, ചെയ്തോളാം. அது ஒரு கடம். இந்த பொண்ணோட தாலியை காப்பாற்றுறதுக்கு தான் நாங்கள் எல்லாம் சிகிச்சை பண்ணியிருக்கோம். அம்மன் அது காத்து. இனி அம்மன் நடையில் போய் மாலை போடணும். அப்பதான் தீர்க்க சுமங்கலியா இருக்கிறதுக்கு வரம் கிடைக்க போறது. ആമാ, താലിബന്ധം ഉറപ്പിച്ചതാ ആകണം. മൂത്തോ സന്നതിലെ പൊരുൾ തെരിഞ്ഞതാ. മനസ്സിലായി. அதுக்குள்ள ஏற்பாடு நான் பண்ணி வைக்கிறேன். வாடா. அம்மா, இந்த തിരക്കിനിടയിലെ ഒരു விஷயம் சொல்றதுக்கு மறந்து போயாச்சு. എന്താ നല്ലമ്മ? நீங்கள தெரிஞ்சு ஒராள் ஊருக்கு வந்திருந்தார். பார்க்கறதுக்கு ஒரு போலீஸ் மாதிரி தான் இருந்தது.